വെൽക്കം ടു ട്യൂട്ടർ ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി.എഡ് കരിക്കുലത്തിലെയും അതുപോലെ തന്നെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പെഡഗോജി. പെഡഗോജി എന്താണ്, പെഡഗോജിക് അനാലിസിസ് എന്താണ്, ക്രിട്ടിക്കൽ പെഡഗോജി എന്താണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല, പക്ഷെ അതേ സ്ഥാനത്ത് എക്സാംസിന് വളരെയധികം ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അധികം വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പെഡഗോജി എന്നുള്ളതാണ്. പെഡഗോജി ഈസ് ദ സ്റ്റഡി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചുള്ള പഠനത്തെയാണ് പെഡഗോജി എന്ന് പറയുന്നത്. The term pedagogy is coined by Henry Giroux. ഹെൻറി ഗിറോക്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൻറി ഗിറോക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ദ ടേം പെഡഗോജി കോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ദ ടേം പെഡഗോജി ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പൈതഗോഗോസ് വിച്ച് മീൻസ് ലീഡ് ദ ചൈൽഡ്. കുട്ടിയെ മുൻപോട്ട് നയിക്കുക എന്നുള്ളതാണ് പൈതഗോഗോസ് എന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥം. അടുത്തതായി നമുക്ക് പെഡഗോജിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടീച്ചർ സെന്റേർഡ് ആൻഡ് ലേണർ സെന്റേർഡ്. ടീച്ചർ സെന്റേർഡ് പെഡഗോജിയും ലേണർ സെന്റേർഡ് പെഡഗോജിയും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഫാദർ ഓഫ് പെഡഗോജി. ഫാദർ ഓഫ് പെഡഗോജി എന്നറിയപ്പെടുന്നത് ഹെൻറിച്ച് പെസ്റ്റലോസി ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ട് പേരുടെ പേരുകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഫസ്റ്റ് വൺ, ദ ടേം പെഡഗോജി ഈസ് കോയിൻഡ് ബൈ ഹെൻറി ഗിറോക്സ്, ആൻഡ് സെക്കൻഡ് വൺ, ഫാദർ ഓഫ് പെഡഗോജി എന്നറിയപ്പെടുന്നത് ഹെൻറിച്ച് പെസ്റ്റലോസി. ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് പേരുടെ വ്യക്തികളുടെ പേരുകളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Now we are moving on to the next topic, that is pedagogic analysis. എന്താണ് പെഡഗോജിക് അനാലിസിസ് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനാലിസിസ് ഓഫ് കണ്ടന്റ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. പെഡഗോജിക് അനാലിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദി അനാലിസിസ് ഓഫ് കണ്ടന്റ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുകയാണ്. എന്തിനെ? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ആൻഡ് ഓൾസോ ദി കണ്ടന്റ്. The content is broken into smaller units or points so that it is well arranged and is easier to understand. ഇവിടെ എന്താണ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പർ ആയിട്ട് മനസ്സിലാക്കുകയാണ് ഒരു ടോപ്പിക്കിനെ. അപ്പൊ ഇവിടെ എന്താണ്, ഒരു വലിയ ടോപ്പിക് എടുത്ത് അതിനെ നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെയും കണ്ടന്റിന്റെയും ഇത്തരത്തിലുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ പെഡഗോജിക് അനാലിസിസ് നമുക്കറിയാം രണ്ട് ടേംസ് ആണ് വരുന്നത്, പെഡഗോജി ആൻഡ് അനാലിസിസ്. പെഡഗോജി മീൻസ് ആർട്ട് ഓർ സയൻസ് ഓഫ് ടീച്ചിങ് ആൻഡ് അനാലിസിസ് മീൻസ് arrangement and representation of a topic in an easy way. Hope you all understood it. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കോമ്പോണൻസ് ഓർ ഫാക്ടേഴ്സ് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസ്. ഈ പെഡഗോജിക്കൽ അനാലിസിസിൽ പ്രധാനമായിട്ടും 4 കോമ്പോണൻസ് ആണുള്ളത്. ഒരുപക്ഷെ ഓപ്ഷനിൽ നമുക്ക് ഒരെണ്ണം മാറ്റി തന്നിട്ട് അതിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. സോ ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ അനാലിസിസ് ഓഫ് കണ്ടന്റ്. തേർഡ് വൺ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ഫോർത്ത് വൺ ഇവാലുവേഷൻ മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് വൈ ടു ടീച്ച്, എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അനാലിസിസ് ഓഫ് കണ്ടന്റിലോ വാട്ട് ടു ടീച്ച്, എന്ത് പഠിപ്പിക്കണം. ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ നോക്കുന്നത് ഹൗ ടു ടീച്ച്, എങ്ങനെ പഠിപ്പിക്കണം. ഇവാലുവേഷൻ മെത്തേഡ്സ്, അത് ആ ടേമിൽ തന്നെയുണ്ട്, എക്സാംസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവാലുവേഷൻ മെത്തേഡ്സ്, ആൻഡ് ഇറ്റ് ഈസ് ത്രൂ എക്സാംസ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, പെഡഗോജി കോണ്ടന്റ് നോളജ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലീ ഷുൾമാൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പെഡഗോജി കോണ്ടന്റ് നോളജ് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആരാണ്? ലീ ഷുൾമാൻ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്. ദ ടേം ക്രിട്ടിക്കൽ പെഡഗോജി വാസ് കോയിൻഡ് ബൈ പൗലോ ഫ്രൈറി ഇൻ ഹിസ് വർക്ക് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1968. ഇതിൽ ആ വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ വർക്കിന്റെ പേരും അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത് പൗലോ ഫ്രൈറി ആണ്, ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ഹിസ് വർക്ക് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫാദർ ഓഫ് പെഡഗോജി എന്നറിയപ്പെടുന്നതും പൗലോ ഫ്രൈറി തന്നെയാണ്. ഫാദർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി, ഫാദർ ഓഫ് പെഡഗോജി അല്ല, ഫാദർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി. ഫാദർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി എന്നറിയപ്പെടുന്നത്
പൗലോ ഫ്രെയറിയാണ്. നമ്മളിപ്പോൾ ഫാദർ ഓഫ് പെഡഗോജി എന്നറിയപ്പെടുന്ന ആരാന്ന് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി ക്രിട്ടിക്കൽ പെഡഗോജി ട്രൈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ബിക്കം ക്രിട്ടിക്കലി കോൺഷ്യസ്. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെ ഉണ്ട്, ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യാണ്, അവരെ നമ്മൾ ക്രിട്ടിക്കലി എന്ത് ചെയ്യുക, ആക്റ്റീവ് ആക്കുകയാണ്. ക്ലാസ്സുകളിൽ എങ്ങനെ ഒരു മാറ്റർ, ഒരു സബ്ജക്ട് മാറ്റർ കണ്ടു കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം, അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ക്രിട്ടിക്കൽ പെഡഗോജി, ക്രിട്ടിക്കൽ ഡസ് നോട്ട് മീൻ ടു ക്രിട്ടിസൈസ് ബട്ട് ഇറ്റ് മീൻസ് ടു എക്സാമിൻ ആൻഡ് ജഡ്ജ് അനലിറ്റിക്കലി വിത്തൗട്ട് ബയസ്. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പക്ഷെ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യുകയാണ്. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ജഡ്ജ് ചെയ്യുകയാണെന്ന് പറയാം. അനലിറ്റിക്കലി നമ്മൾ അവിടെ എന്താണ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദ ബെസ്റ്റ് വേ ടു നറിഷ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ ക്ലാസ് റൂം എൻവിയോൺമെന്റ് ഈസ് ക്രിട്ടിക്കൽ പെഡഗോജി. ക്ലാസ് റൂമിൽ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ, കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന് പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണ് എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്ന പെഡഗോജി എന്താണ്, ഫാദർ ഓഫ് പെഡഗോജി, അതുപോലെ തന്നെ പെഡഗോജി എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ കണ്ടു, ലീ ഷുൾമാനെ കണ്ടു, അത് ഓർക്കണം. പിന്നെ ക്രിട്ടിക്കൽ പെഡഗോജിയിലേക്ക് വന്നു കഴിയുമ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് പൗലോ ഫ്രെയറിയാണ് ആൻഡ് ഹിസ് വർക്ക് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ആൻഡ് വാട്ട് ഈസ് ക്രിട്ടിക്കൽ പെഡഗോജി, എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ 3 ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കാനും മാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.